എന്തോ കുമ്പളങ്ങി നല്ല കവര് പോത്തിട്ടുണ്ട്. കാണാൻ വിട്ടാലോ? പോയേക്കാം. സമയം 11:52. ചങ്ങിന് മെസ്സേജ് അയച്ചു നോക്കാം. ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. തിരിച്ചു ഓർത്താ ചേച്ചി പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. നീ തീർന്നടാ, നീ തീർന്നു. ഞങ്ങൾ നേരെ കുമ്പളങ്ങി വിടുവാണ്. കുമ്പളങ്ങി ചെന്നിട്ട് കാണാം. നമ്മുടെ ഒരു ഫ്രണ്ട് വരാനുണ്ട്, വിളിച്ചായിരുന്നു. ഇപ്പൊ വരുമെന്നാ പറഞ്ഞേ. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ആ വന്നു, ഇതാണ് ആള്. അപ്പൊ ഞങ്ങളെന്നാ വീണ്ടും ഞങ്ങളുടെ യാത്ര പോകുന്നതാണ്. മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിവിടെ കുമ്പളങ്ങി വന്നിരിക്കുകയാണ്. എൻ്റെ കൂടെ ഇതാണ് അലക്സ്. വഴിയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ട് കൂട്ടുകാരൻ്റെ കാര്യം കാണിച്ചില്ലായിരുന്നോ? മെയിൻ ഒരാളുണ്ട്. ഇതില്ലാത്ത നമുക്ക് എന്താഘോഷം. ആഷിയുണ്ട്. ആഷീനെ ഞാനിവിടെ കൊച്ചി വന്ന് ആഷീനെ ഇവിടുന്ന് കൂട്ടി. അപ്പോൾ ആഷിക്ക് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഷിയാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ഇവിടെ ഇതുണ്ടെന്ന്, കവര് പൂത്തിറപ്പുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വന്നത്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളോട്ട് പോയി നോക്കാം. എവിടെയായിരുന്നു കണ്ട? അവിടെയാണോ? അവിടെ ഉണ്ടോ അറിയില്ല. ഓക്കെ. അപ്പം ഇന്നലെ ആഷിക്കൊക്കെ കണ്ട അവിടെയാണ്. നമുക്ക് പോയി നോക്കാം അവിടെ. ഇല്ലെങ്കിൽ നമുക്ക് ഈ റൂട്ട് വഴി ഇങ്ങനെ ഈ വഴി മുഴുവൻ ഉണ്ടല്ലേ, ഇങ്ങോട്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എല്ലായിടത്തും പോയി നോക്കാം. എന്നിട്ട് എവിടെയാണോ നല്ലത് നോക്കിയിട്ട് അവിടെ നിന്ന് വീടെടുക്കാം. അപ്പം എന്തായാലും അങ്ങ് പോയി നോക്കാം. വാ, നോക്കിയിട്ട് വരാം അല്ലേ? ഇവിടെ ഉണ്ടായിരുന്നോ? കല്ലെടുത്തറിഞ്ഞേ. അറിയാൻ പറ്റത്തില്ല. ഇറങ്ങി ഇന്നിപ്പോൾ ആളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ആണോ? ഒന്നുമില്ല, അവിടെ ഇല്ല. ഇതിപ്പോൾ ഇങ്ങനെയാണ് നോക്കുന്നത്. ഈ വെള്ളത്തിൽ എറിഞ്ഞ് നോക്കി അറിയാമല്ലേ? വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ഒന്നുമില്ല. അവിടെ ഇല്ലല്ലേ? അവിടെ ഉണ്ടോ? അപ്പം അങ്ങനെ ഇവിടെ കവര് ഉണ്ടെന്ന് പറഞ്ഞ്, ഇവിടെ കാണാമെന്ന് പറഞ്ഞ് ചേട്ടന്മാരൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കവര് കാണാൻ വന്നേക്കുവാണ്. കലറിഞ്ഞത് അലക്സേ? കേട്ടാ കവരടിച്ച് കിടക്കണ്ട്, കൊണ്ടേ കാണിക്കാൻ പാടില്ല. കിട്ടുന്നുണ്ടോ? പാവം, കിട്ടുന്നുണ്ട്. അതെന്റെ ഫോണില് സവാല ഒരു രക്ഷയില്ല കേട്ടോ. അവന്റെ കാലിട്ട് ഇളക്കുന്ന കാണണ്ട. സെവൻ പറപ്പിക്കുക. വീഡിയോ എടുക്കണ്ടോ അടിയ? അത് പൊളിച്ചോട്ടോടാ, പൊളിച്ച് മടുകോണ ഇറങ്ങിയാട്ടാ. എന്റെ മോന്തയ്ക്കാ ചെവളോ. പാവത്തിന്റെ അവസ്ഥ. ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഞാൻ ഈ കമ്പിട്ടൊന്ന് അടിച്ചു നോക്കാൻ പോണ്.
ആ അവിടെ നിന്ന് അധികം പോണ്ട. സ്വന്തം നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലിന് വേണ്ടി ഇതാ ദേ തുണി വരെ ഉരിഞ്ഞ് സ്വന്തം അനിയൻ. ഇത് വിഷയമുള്ള കാര്യമില്ല, നമുക്കൊന്നും വിഷയമുള്ള കാര്യമില്ല. എനിക്ക് ഷൂ വരാൻ മേല, അതുകൊണ്ടാ. അല്ല ഞാൻ കാണിച്ചു തരാറുണ്ട്. നീ എന്തേലും ഇല്ല, എനിക്കറിയത്തില്ലേ ഉള്ളൂ. ഇവൻ മെയിൻ അടിക്കാൻ വേണ്ടി പോടാന്ന് തോന്നുന്നു. ഇവന് ഷട്ടൊക്കെ ഒരു സ്റ്റീൽ. നീ അങ്ങ് പൊക്കോ, നീ അങ്ങോട്ട് ഇറങ്ങ, നമ്മളെ കാത്തോട്ട് ഇറങ്ങ്. നരസിംഹം ശവനെ പൊളിച്ചടിക്കിട്ടുണ്ട്. ചേട്ടാ ഫ്ലാഷ് ഓഫ് ചേട്ടാ. എന്റെ പൊന്നോ, യൂട്യൂബ് ചാനലിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത പവർ വീഡിയോ എടുത്തു തന്നിരിക്കുകയാണ് സെബാൻ നമുക്ക് വേണ്ടി. അയ്യോ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. സെബാനോ മെയിൻ അടിച്ചു. അവിടെ നിന്ന് വെമ്പിളാരെ അടുത്ത് മുമ്പിൽ അങ്ങനെ നമ്മൾ തകർക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് നല്ല കിടുക്കൻ വ്യൂ കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ അതാണ് കണ്ടത്. നിങ്ങളിപ്പം അനീച്ചാർ നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് നല്ല കിടിലം വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം വീഡിയോ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് പോവാണ്, തിരിച്ചു പോവാണ്. അനീച്ചാൻ അങ്ങോട്ട് ചാടി അറുമാന്തിക്കായിരുന്നു. അവിടെ നിന്ന് കുറെ ഫാൻസിനെ ഒപ്പിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. ചേറിൻ്റെ മണമാണ് ദേഹം മുഴുവൻ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോയി എവിടെയെങ്കിലും കൊണ്ട് കുളിപ്പിക്കണം ഫസ്റ്റ്. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെ എന്തായാലും ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോയിട്ട് ഇപ്പം സമയം 3 മണിയായി, നേരെ തിരിച്ചു പോവാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. പിന്നെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ ബൈ.